കർക്കിടകം സീരീസിലെ 10th വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ നമ്മൾ ഗ്ലിസറിൻ ഉപയോഗിച്ചിട്ടുള്ളൊരു ഫേസ് മാസ്ക് ആണ് കാണിക്കുന്നത്. നമുക്ക് എത്ര ഇരുണ്ട സ്കിൻ ആണെങ്കിലും സ്കിൻ നല്ല രീതിയിൽ ബ്രൈറ്റൻ ചെയ്ത് നല്ല ഹെൽത്തിയർ ആയിട്ടും യങ് ആയിട്ട് വെക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുമി. നമ്മൾ കർക്കിടകം സീരീസിലെ ലാസ്റ്റ് വീഡിയോ ആണ് 10th വീഡിയോ. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്യുന്നുള്ളൂ കർക്കിടകം സീരീസിൽ. ഇനി നമുക്ക് ഓണം വരുന്നുണ്ട്, അതുകൊണ്ട് ഓണം സീരീസാണ് ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ഇതേപോലെ കട്ടക്ക് നിങ്ങളെല്ലാവരും നിൽക്കണേ. അപ്പോൾ നമ്മൾ ഗ്ലിസറിൻ ഉപയോഗിച്ചിട്ടുള്ള സ്കിൻ കെയർ ആണ്. സ്കിൻ നല്ല യങ് ആയിട്ടിരിക്കാനും ഗ്ലോയിങ് ആയിട്ടും ഹെൽത്തിയർ ആയിട്ടൊക്കെ ഇരിക്കാനും ഇത് സഹായിക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കും എന്തിനാ ന്യൂ ബോൺസിന് വരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആണ്, റഫായിട്ടിരിക്കുകയാണ്. ചിലവരുടെ സ്കിന്ന് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ തൊലിപ്പുറമേ ഉണ്ടല്ലോ, ഇങ്ങനെ എന്താ പറയുക, ഈ തൊലി ഇങ്ങനെ ഇളകി ഇങ്ങനെ വരും, ഡ്രൈ, അത്രയ്ക്ക് ഡ്രൈ ആയിട്ട്. എന്താ പറയുക, സ്ട്രോബെറി ലെഗ്സ് എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞിട്ടില്ല, അന്ന പോലെ കുട്ടികളുടെ കൂടുതൽ കാലുകളിലാണ് വരുന്നത്. പക്ഷേ ചിലവർക്കൊക്കെ ഇപ്പോൾ കുറേ ആയിട്ട് കുട്ടികൾ ന്യൂ ബോൺസ് ജനിച്ചു വരുന്ന കുട്ടികളിൽ വരെ ആ ഒരു ഡ്രൈനെസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത്, അത് ചിലവർ പറയും പാമ്പിൻ്റെയൊക്കെ തൊലിയൊക്കെ ഇങ്ങനെ ഇളകി വരില്ലേ, എന്ന പോലെ നമ്മുടെ മനുഷ്യരിലും കുട്ടികളിൽ വരെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവർക്ക് വരെ യൂസ്ഫുൾ ആണ്, അവർക്ക് വരെ ചെയ്യാവുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊരു ഡോക്ടർ റെക്കമെൻഡ് ചെയ്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണ്. കാരണം എനിക്കറിയാവുന്ന ഒരു ഫ്രണ്ടിൻ്റെ കുട്ടിക്ക് ഇതേപോലെ ജനിച്ചപ്പോൾ തൊട്ട് സ്കിന്ന് ഭയങ്കര ഇങ്ങനെ എന്താ പറയുക, തൊലിയൊക്കെ ഇങ്ങനെ പറഞ്ഞു പോരുകയാണ്. അപ്പോൾ അവിടുത്തെ ഡോക്ടർ, അതായത് പീഡിയാട്രീഷ്യൻ പറഞ്ഞു കൊടുത്തതാണ് ഗ്ലിസറിൻ ഉപയോഗിച്ച് ഇതേപോലെ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഫേസ്ബുക്കിൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വരെ കണ്ടു ഇത് ഉപയോഗിച്ചിട്ടുള്ള. അപ്പോൾ അവരെന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, 10-15 വർഷം ഈ ഒരു സ്കിൻ റിലേറ്റഡ് പ്രോബ്ലം സഹിച്ച് പല പല മരുന്നുകളും ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് അവസാനം ഇത് ചെയ്തിട്ട് നല്ല റിക്കവറായി എന്നുണ്ടെങ്കിൽ പിന്നെ ആ സംഭവമേ വന്നിട്ടില്ല. അപ്പോൾ അവർ മാക്സിമം ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്തത് ഇത് മറ്റുള്ളവരിലോട്ടും ഈ ഒരു ഷെയർ ചെയ്യുക, നന്നായിട്ട് അവരിലോട്ട് ഇത് ചെയ്യുക. കാരണം ഒരുപാട് ഇതേപോലെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും, സ്കിൻ പ്രോബ്ലംസ് ഒക്കെ. അപ്പോൾ അത് മാറ്റിയെടുക്കാൻ ഇത് സഹായിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗ്ലിസറിൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈക്വൽ ക്വാണ്ടിറ്റിയിൽ ഗ്ലിസറിനും റോസ് വാട്ടറും ആഡ് ചെയ്യാം കേട്ടോ. ഒരിക്കലും ഗ്ലിസറിൻ മാത്രം നമ്മൾ ഫേസിൽ എന്താ പറയുക അപ്ലൈ ചെയ്യരുത്, വേറൊന്നും കൊണ്ടല്ല. ഗ്ലിസറിൻ ഭയങ്കര തിക്കായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ നമ്മളത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് നല്ല രീതിയിൽ പൊടിയൊക്കെ വരുന്നതാണെങ്കിൽ അത് ഫേസിലോട്ട് ആവാനും അത് പിന്നീട് എന്താ പറയുക എന്തെങ്കിലും ഇൻഫെക്ഷനോ എന്തെങ്കിലും ബാക്ടീരിയൽ പ്രോബ്ലംസ് ഒക്കെ അല്ലെങ്കിൽ മുഖക്കുരുവൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളെപ്പോഴും ഗ്ലിസറിൻ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം എന്തെങ്കിലും റോസ് വാട്ടറോ അല്ലാന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളമാണെങ്കിലും നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയത് ഈ ഒരു റോസ് വാട്ടർ ജെല്ലാണ്. അപ്പോൾ ഇതെന്നുണ്ടെങ്കിൽ പാരബൺ ഫ്രീ ആയിട്ടുള്ള ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, ഏതൊരു റോസ് വാട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈക്വൽ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ ഗ്ലിസറിനും റോസ് വാട്ടറും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിനി പറയാൻ പോണത് ഗ്ലിസറിൻ്റെ കുറച്ച് ഗുണങ്ങളെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഗ്ലിസറിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ മോയ്സ്ചറൈസ് ചെയ്യും. എന്താ പറയുക, നല്ല രീതിയിൽ ഹൈഡ്രേഷൻ കൊടുക്കും. ഹൈഡ്രേഷൻ കൊടുക്കുകയാണെങ്കിൽ എന്താ പറയുക, എത്ര ഡ്രൈ ആയിട്ടുള്ള റഫായിട്ടുള്ള സ്കിന്നാണെങ്കിലും നല്ല രീതിയിൽ അത് ഫ്രഷ് ആവും, നല്ല സ്മൂത്ത് ആവും, ഹെൽത്തിയർ ആവും അല്ലേ. അത് മാത്രമല്ല, നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ലെയർ തന്നെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഗ്ലിസറിൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ നമ്മുടെ സ്കിൻ എപ്പോഴും യങ് ആയിട്ടിരിക്കും. ചുളിവുകൾ, ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഒന്നും ഉണ്ടാവില്ല. നല്ല രീതിയിൽ സ്കിന്ന് ഹൈഡ്രേറ്റഡും യങ് ആയിട്ടിരിക്കുകയാണെങ്കിൽ എന്താ നല്ല ഗ്ലോയിങ്ങും നല്ലൊരു ബ്രൈറ്റർ ആയിട്ടുള്ള സ്കിന്നായിരിക്കും നമുക്ക് കിട്ടുന്നത് അല്ലേ. അതേപോലെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ള ഒരു മോയ്സ്ചറൈസറാണ് നമ്മുടെ ഗ്ലിസറിൻ. അതേപോലെ ഡാമേജ്ഡ് ആയിട്ടുള്ള സ്കിന്നൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ റിപ്പയർ ചെയ്യാനായിട്ട് ഈ ഒരു സംഭവം യൂസ് ചെയ്യാം. സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ ടൈപ്പുകാരാണെങ്കിൽ പോലും ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട് ഗ്ലിസറിൻ. പിന്നെ റോസ് വാട്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ പറയാനുള്ളത്, സ്കിൻ നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യും. അതേപോലെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യും. ഈ ഒരു റോസ് വാട്ടർ നല്ലൊരു സ്മെല്ലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, ഫുൾ ഡേ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും ഫേസിൽ. പ്രത്യേകിച്ച് ഞാനിപ്പോൾ യൂസ് ചെയ്തേക്കുന്നത് റോസ് വാട്ടർ ജെല്ലാണ്. അത് നല്ലൊരു സ്മെല്ലും നല്ല സംഭവം ഉണ്ടാവും, അടിപൊളി സ്മെല്ലാണ്. പിന്നെ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള സ്കിന്നാണ്, ഡ്രൈ സ്കിന്നാകുമ്പോൾ അറിയില്ല, ചൊറിച്ചിലൊക്കെ ഉണ്ടാവും, ഇറിറ്റേഷൻ ഉണ്ടാവും. അങ്ങനെയുള്ള സ്കിന്നാണെങ്കിൽ പോലും എന്ത് ചെയ്യുക, നല്ല രീതിയിൽ സൂത്തൺ ചെയ്യാനായിട്ട് നമ്മുടെ ഗ്ലിസറിനും റോസ് വാട്ടറും ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്കിന്നിലുള്ള നാച്ചുറൽ ഓയിലിനെയൊക്കെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. അതേപോലെ നമ്മുടെ സ്കിന്നിലെ പോഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ മിനിമൈസ് ചെയ്യാനൊക്കെ ഇത് സഹായിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ ഇത് മോയ്സ്ചറൈസ് ചെയ്യും കേട്ടോ ഈ ഒരു സംഭവം. അതേപോലെ നമ്മുടെ ഡാർക്ക് അണ്ടർ ഐസിനൊക്കെ നല്ലതാണ് ഈ ഒരു എന്താ പറയുക റോസ് വാട്ടർ. ആ ഒരു ടയേർഡ്നെസ്സും ഡൾനെസ്സൊക്കെ നല്ല രീതിയിൽ റിമൂവ് ചെയ്യാനായിട്ട് ഈ സംഭവം ഹെൽപ്പ് ചെയ്യും. റോസ് വാട്ടർ ജസ്റ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിലും നല്ലതാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, ഇത് നമ്മൾ യൂസ് ചെയ്യണമുണ്ട്, റെഗുലറായിട്ട് നമ്മുടെ സ്കിൻ കെയർ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് നമുക്ക് ഏജിങ് റിലേറ്റഡ് ഇഷ്യൂസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുഖത്തെ ചുളിവുകൾ, അതേപോലെ ഫൈൻ ലൈൻസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മാറ്റി സ്കിന്ന് നല്ല യങ് ആയിട്ടും ഗ്ലോയിങ് ആയിട്ടൊക്കെ ഇരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുവേ. ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം, നമ്മുടെ സ്കിന്നിനെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും.
അപ്പോൾ ഇത്രങ്ങളാണ് എനിക്ക് എന്താ പറയുക ഈ 2 ഐറ്റംസിനെ പറ്റി എനിക്ക് മെയിനായിട്ട് അറിയണത്. ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യണേ കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞു കുട്ടികളാണെങ്കിൽ പോലും ഇപ്പോൾ ജനിച്ചു വരുന്ന നിങ്ങൾക്കിപ്പോൾ എത്ര പേര് അറിയുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരുപാട് സ്കിൻ റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ട്. ചിലതൊക്കെ നമ്മുടെ മുന്നിൽ നടക്കുന്നത് നമുക്ക് സംഭവിക്കുന്നതായിരിക്കാം. പക്ഷെ നമ്മൾ അറിയാത്തതായിട്ട് ഒരുപാട് സ്കിൻ റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു ന്യൂബോൺ കുഞ്ഞിന്, അതായത് ജനിച്ചു വന്ന ഒരു കുഞ്ഞിന് പോലും ഡ്രൈ സ്കിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ പാമ്പിൻ്റെയൊക്കെ തൊലി എളുകുന്നു വരുന്ന പോലെ കുഞ്ഞിനെ കാണുമ്പോൾ ഒത്തിരി വികൃതമായിട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് പോലും ഡോക്ടർമാർ വരെ റെക്കമെൻഡ് ചെയ്യുന്ന സാധനമാണ് ഈ ഗ്ലിസറിൻ ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു സംഭവം കേട്ടോ. ഫുൾ ബോഡിയിൽ ഫേസിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഹെയറിൽ വരെ ഈ ഒരു ഡ്രൈനെസ് ഉണ്ടായിട്ട് തലയോട്ടിൽ ആ ഒരു സ്കാൽപ്പിൻ്റെയൊക്കെ തൊലിയൊക്കെ ഇളകി പോകുന്ന ഒരു അവസ്ഥയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫേസ്ബുക്കിൽ ഒരു ചേച്ചി വീഡിയോ ഇട്ടേക്കുന്നത്. ചേച്ചിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. പക്ഷെ ആ ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ആ ചേച്ചി ഒരു 1ാം ക്ലാസ് തൊട്ട് എനിക്കൊരു 10ാം ക്ലാസ് വരെ ഈ ഒരു സ്കിൻ റിലേറ്റഡ് പ്രോബ്ലംസ് അനുഭവിച്ച ഒരു ചേച്ചിയാണ്. അതേപോലെ ആ ചേച്ചിയുടെ കൂടെ ഇരിക്കില്ല ആരും. അതേപോലെ പാരൻസ് വരെ, അതായത് കൂടെ പഠിക്കുന്ന കുട്ടികളുടെ പാരൻസ് വരെ ഇങ്ങനെ കംപ്ലൈൻറ്റ് പറയുകയാണ് എൻ്റെ കുട്ടീനെ അവരുടെ കൂടെ ഇരുത്തരുത്. അപ്പോൾ ബസ്സിലൊക്കെ പോവുകയാണെങ്കിൽ പോലും ആരെങ്കിലും സീറ്റൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കുകയാണെങ്കിൽ അവർ ഇരിക്കൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ചേച്ചി എണീറ്റ് മാറിക്കൊടുക്കും എന്നൊക്കെ ആ ചേച്ചി ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴൊക്കെ നമുക്ക് സങ്കടം തോന്നും അല്ലേ. എന്താ പറയുക, എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടാ. അപ്പോൾ അതിൽ ചേച്ചി പറയുകയാണെങ്കിൽ സ്കിന്നിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളത് പോരാണ്ട് ഭയങ്കര ഒരു സ്മെല്ലായിരിക്കുന്നു. അപ്പോൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ കുഞ്ഞുനാൾ മുതൽ അവർ അച്ഛനമ്മമാർ ചെയ്തിട്ടും ഒരു കുറവില്ല. ഏറ്റവും അവസാനം മെഡിസിനും എല്ലാം ചേച്ചി നിർത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 10ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്ത് ആ ചേച്ചി ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കൂടെ ഒരു ചേച്ചി, ആ ചേച്ചീനെ കണ്ടപ്പോൾ ഈ പറഞ്ഞ ചേച്ചി എണീറ്റ് മാറി ഇവരുടെ കൂടി ഇരുന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് ആ ചേച്ചി പറഞ്ഞു മോളെ ഇരുന്നോ കുഴപ്പമില്ല. അപ്പോൾ ആ ചേച്ചിയാണ് പറഞ്ഞു കൊടുത്തത് റോസ് വാട്ടറും ഗ്ലിസറിനും കൂടി മിക്സ് ചെയ്തിട്ട് ഫേസിലും ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യാൻ. ആദ്യം ആ ചേച്ചി ചെയ്തില്ല, പക്ഷെ പിന്നീട് എപ്പോഴോ ജസ്റ്റ് ചെയ്യാം എന്ന് തോന്നിയിട്ട് ആ ചേച്ചി ചെയ്ത് നോക്കിയത്. എന്താ പറയുക, ശരിക്കും ഒരു അത്ഭുതം എന്ന് പറയട്ടെ. ആ ചേച്ചീനെ ഇപ്പോൾ കാണുന്നത് മിടുക്കി ചേച്ചിയാണെന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ അവരിങ്ങനെ തുറന്ന് പറയുകയാണ് ഫേസ്ബുക്കിലൂടെ ഇത് മാക്സിമം ഷെയർ ചെയ്യണം. ആ ചേച്ചി ഒരുപാട് പേർക്ക് ഇത് എന്താ പറയുക പറഞ്ഞു കൊടുത്തിട്ട് അവർക്കൊക്കെ നല്ല മാറ്റമുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇതേപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്ക് ഈ ഒരു സംഭവം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എന്താ പറയുക സൈഡ് എഫക്റ്റ് ഒന്നും തന്നെ ഇല്ല. ധൈര്യമായിട്ട് ചെയ്യാം. എന്താ പറയുക, വേറൊരു മരുന്നോ നമുക്ക് ഒരുപാട് പൈസ ചിലവ് ഒന്നും വരുന്നില്ല അല്ലേ. റോസ് വാട്ടറും ഗ്ലിസറിനും കൂടി ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുക്കുക, മിക്സ് ചെയ്യുക. നമ്മുടെ ഫേസിലായിക്കോട്ടെ തലയിലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ എവിടെ ആയിക്കോട്ടെ നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. നല്ല രീതിയിൽ ഡ്രൈനെസ്സും കാര്യങ്ങളൊക്കെ മാറി നല്ല സ്കിന്ന് സൂപ്പറായിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞ ആ ചേച്ചി നല്ല മിടുക്കി ചേച്ചിയാണ്. യാതൊരുവിധ സ്കിന്നിലൊരു പ്രോബ്ലം ഉള്ള ചേച്ചിയാണെന്ന് കണ്ടാൽ പറയില്ല കേട്ടോ. ആ ചേച്ചി ഒരുപാട് പഠിച്ച് നല്ലൊരു ടീച്ചറൊക്കെ ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരുന്നത്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് എനിക്ക് അറിയാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ എന്തോ കാര്യത്തിൽ മൊബൈലിവിടെ വെച്ചിട്ട് പോയി, പിന്നെ ഞാൻ എടുത്തിട്ട് അത് കാണുന്നില്ല. എവിടെയാണ് ഞാൻ ആ ഇൻ്റർവ്യൂ കണ്ടതെന്ന് കൂടി എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഓർത്തു ഈ ഒരു കാര്യം നിങ്ങളിലൂടെ ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം അനുഭവിക്കുന്നവരാണെങ്കിൽ ഈ ഒരു സംഭവം ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലതാണ്. അപ്പോൾ നിങ്ങൾ നൈറ്റ് ടൈം യൂസ് ചെയ്യുകയാണെങ്കിൽ ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസം വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. ബൈ.